അദ്ദേഹം 6 ഗ്രാം കഞ്ചാവാണ് ഉപയോഗിച്ചത്, 10 ഗ്രാമാണോ ഉപയോഗിച്ചതെന്നല്ല. പക്ഷെ അത് അഡ്രസ്സ് ചെയ്തപ്പോൾ അദ്ദേഹം മുമ്പിൽ വരുന്ന തന്നെ ആരാധിക്കുന്ന തൻ്റെ അനുയായികളോട് ഉച്ചത്തിൽ വിളിച്ചു പറയാണ്. അത്രയും ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ വിളിച്ചു പറയാണ്, മക്കളെ, നിങ്ങൾ എന്നിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ വരികളിൽ, എൻ്റെ രാഷ്ട്രീയത്തിൽ, എൻ്റെ ചിന്തകളിൽ നിങ്ങൾക്ക് യോജിക്കാം. പക്ഷേ എൻ്റെ ചില ചീത്ത സ്വഭാവങ്ങളിൽ നിങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ്ഡ് ആക്കരുതെന്ന് പറയാണ്. ഒച്ചത്ത് അതാണ് ധാർമ്മികത, അതാണ് ധൈര്യം. എന്നിട്ട് പറയാണ്, ഞാൻ അറിയാതെ ചിലതിൽ പെട്ടുപോയിട്ടുണ്ട്, ഞാനത് മാറ്റാൻ, തിരുത്താൻ തയ്യാറാണ് എന്ന്. ഇത്ര മനോഹരമായി ആർജവത്തോടു കൂടി തൻ്റെ മുമ്പിലിരിക്കുന്ന ജനസാഗരത്തോട് വിളിച്ചു പറയാൻ ആർജവം കാണിച്ച ഒരാൾ ഈ അടുത്തൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോക്കുണ്ടോ? അതല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്. ആ ഒരു ധൈര്യത്തിലെ മാതൃകയാക്കുക. നോക്കണം, വേടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പത്രക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, വേട ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? അഥവാ യെസ് എന്ന് തലയാട്ടിയാൽ മതി, ആളുകളൊക്കെ അത് ഏറ്റെടുക്കും, അല്ലേ? പക്ഷെ വേടൻ അങ്ങനെയല്ല പറഞ്ഞത്. ഗൂഢാലോചനയൊന്നുമില്ല, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, അതെന്നെ പിടിച്ചെന്ന്. ഓക്കെ, അത് സത്യസന്ധതയാണ്, അത് ആർജവമാണ്, അത് അദ്ദേഹം പറയുന്ന വരികളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന് അതല്ല. പകൽമാന്യന്മാർ അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതും ഒന്നാണ്. പക്ഷെ അദ്ദേഹം മനുഷ്യനാണ്. ആ മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ചാബല്യം എന്ന രൂപത്തിൽ ഇത്തരം കുറച്ച് വേണ്ടാത്തതുണ്ട് എന്ന് മൂപ്പർ തന്നെ പറയുന്നു. അത് തിരുത്താൻ റെഡിയാണെന്ന് പറയുന്നു. മറ്റൊന്ന്, നിങ്ങൾ ആരും അത് കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടരുതെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും, ഏതെങ്കിലും ഒരു യുവാവിനെ കേരളത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അരിച്ചോക്ക്, ഇല്ല. അപ്പം ആ രാഷ്ട്രീയമാണ്, ആ ഒരു എന്താ പറയുക ബോധമാണ്, ആ ഒരു ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്.